What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രിപ്പ് ഓൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗുവാഹത്തിയിലെ ഖമാഖയ എന്ന ഒരു അമ്പലമാണ്. പ്രശസ്തമായ ഒരു ക്ഷേത്രം കേട്ടോ. ഗുവാഹത്തിയിൽ ആരോട് ചോദിച്ചാലും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാം കേട്ടോ. പ്രശസ്തമായ ഒരു ക്ഷേത്രം കേട്ടോ. ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തായിരുന്നു. ഗുവാഹത്തിയിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നാണ്. ഒരു 10-12 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ടൗണിൽ നിന്ന്, ഗുവാഹത്തി ടൗണിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല തോന്നുന്നു. എന്നാൽ നമുക്ക് പോയി നോക്കാം. ഇതാണ് അതിൻ്റെ പേര് കേട്ടോ, ഖമാഖയ മന്ദിർ എന്നാണ്. രുദ്രാക്ഷം, ഇത് ഒറിജിനൽ രുദ്രാക്ഷം. അതായത് രുദ്രാക്ഷ കായ. ഇത് ആ രുദ്രാക്ഷം ഇതാക്കിയത് പൊളിച്ച്. ഇതെന്തോ ഒരു പാൽഗോവ പോലത്തെ സാധനങ്ങൾ കണ്ടോ. പ്രസാദമൊക്കെയാണ്. നമ്മുടെ ചെമ്പരത്തിപ്പൂ മാല കേട്ടോ. നമ്മുടെ നാട്ടിൽ ആരും ചെമ്പരത്തിനെ കൊണ്ട് മാല ഉണ്ടാക്കില്ല. അവിടെ ഈ ക്ഷേത്രത്തിൽ ചെമ്പരത്തിപ്പൂ കൊണ്ടൊരു മാല കേട്ടോ. ഇത് അവിടെ വിൽക്കാൻ നോക്കിയിട്ടിരിക്കുന്നത് അതൊരു അത്ഭുതമാണ് കേട്ടോ. ചെമ്പരത്തി കൊണ്ട് മാല അപ്പച്ച സാറേ ഉണ്ടോ അമ്പലത്തിലേക്ക് വന്നേക്കാം. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്. എന്താണ് ഈ അമ്പലത്തിനെ പറ്റി മുന്നേ കേട്ടിട്ടുണ്ട്? ഇതുവരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കാണാൻ സാധിച്ചു. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആട്ടോ. കുറേ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് കയറി പോകണം. ഇവിടെ ചെമ്പരത്തി പൂവാട്ടോ ഇവിടെ ഉപയോഗിക്കുന്ന മാലയായിട്ട്. ഒരുപാട് ശംഖുകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. ചെരുപ്പ് ഇവിടെ അയച്ചിട്ട് വെച്ചിട്ടും പോവാൻ. എൻ്റെ ബാക്കിൽ പുറകിൽ കാണുന്ന ഈ ഒരു ഇതാണ് കേട്ടോ ക്ഷേത്രമാണ്. ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ കടന്നപ്പോഴേ ചെരുപ്പെല്ലാം അവിടെ അയച്ചു വയ്ക്കണം. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കും. ഇതാണ് ആ ഭാഗം അതിൻ്റെ. കണ്ടോ, ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രി ഭാഗം. ഇതാണ് കേട്ടോ. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ ക്ഷേത്രത്തിലൂടെ. ഒരുപാട് തിരക്കുള്ള ക്ഷേത്രം കേട്ടോ. ഇവിടെ ലൈന് നിൽക്കണം. ലൈന് നിന്നിട്ട് വേണം അകത്ത് കയറാൻ. ഇവിടെ ലൈൻ നിന്നിട്ട് വേണം കയറാൻ. ഇവിടെ ചെറിയൊരു കുളം ഉണ്ടല്ലേ, കുളം. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ആടിനൊക്കെ ബലി കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇത് അവിടെ ഒരു ചെറിയ കുളം. ഇവിടെ എല്ലാവരും വന്ന് കുളിച്ച് കണ്ടോ. ഇവിടെ വെള്ളമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് കുളിക്കുക, എന്നിട്ട് പൂജ കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ ഗുവാഹത്തിയിൽ വന്നിട്ട് നല്ല വെയിലാണ്. ഇപ്പോൾ ഏകദേശം നല്ല ഒരു 10-32 ഡിഗ്രി ചൂടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നല്ല ഒരു ആസാമി നല്ലൊരു ഡ്രൈവറെ നമ്മുടെ ഫ്രണ്ട് തന്നെ പറയാം കിട്ടി. അവരെ വണ്ടിയിൽ ഞങ്ങളൊരു 2500 രൂപയ്ക്ക് ഒരു ഡേ മൊത്തം ഇവിടുത്തെ ലൊക്കേഷൻ കാണിച്ചു തരും. അവൻ്റെ പേരാണ് മൈന. പേര് നല്ല രസമല്ല, മൈന ഗുരു എന്നാണ്. മൈന ഗുരു ഭായ് ഹായ് പോലെ ഇതോ. ഓക്കെ.
അപ്പം ആരെങ്കിലും ഗുവാഹത്തിയിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മൈനയുടെ ഫോൺ നമ്പർ തരും. റൂമൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഹോട്ടൽ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കേട്ടോ. നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നല്ല ഗുഡ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ ആരും വരികയാണെങ്കിൽ കോൺടാക്ട് നമ്പർ ചോദിക്കുകയാണെങ്കിൽ തരുന്നതായിരിക്കും. അടുത്ത ഒരു സ്ഥലത്ത് നമ്മൾ വന്നാണ് ഗുവാഹട്ടി. ഇവിടുന്ന് ഒരു ഐലൻഡ് ഉണ്ട്, ഉമയോൺ കുണ്ട് എന്നൊരു ക്ഷേത്രം ഉണ്ട് അവിടെ. അപ്പോൾ ഐലൻഡിലേക്ക് പോവുകയാണ്. അതിന് ബോട്ടിൽ നമ്മൾ കയറിയിട്ട് അങ്ങോട്ട് കിടക്കണം. ഇതാണ്ട അടിപൊളി, ഇവിടെ കടലിൽ കണ്ടോ ഒരു അടിപൊളി സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. ടിക്കറ്റ് എത്രയാണെന്ന് അറിയില്ല ബോട്ടിൽ കേട്ടോ. ₹40 ടിക്കറ്റ് ബോട്ടിന്. ₹40 ടിക്കറ്റ് കൊടുത്തിട്ട് ബോട്ടിൽ കയറി ആ കാണുന്ന ഐലൻഡിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നപ്പോൾ കാണിച്ചില്ല. ഇതാ സ്റ്റാച്ചു കൂടെ ആ ഐലൻഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ എന്താ ഉള്ളത് നമുക്കറിയാം, ജസ്റ്റ് നമുക്ക് പോയി നോക്കാം. ആസാം എന്ന സ്റ്റേറ്റിലെ ഗുവാഹത്തി എന്ന ഡിസ്ട്രിക്റ്റിൽ അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വൈകുന്നേരം നമുക്ക് അരുണാചൽ പ്രദേശിലേക്കുള്ള ബസ്സാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾ ആ ബോട്ടിൽ നിന്ന് ഇതാ ഐലൻഡിലേക്ക് കയറി കണ്ടോ. ആ ബോട്ട് നിൽക്കുന്ന സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വേണം. ഇത് ബ്രഹ്മപുത്ര റിവറാട്ടോ. ബ്രഹ്മപുത്ര റിവറിൽ ഒരു ചെറിയൊരു ഐലൻഡ്. ആ ഐലൻഡിൽ ഒരു ക്ഷേത്രം, ഹുമയൂനന്ദ് എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. കുറച്ച് സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ. അയ്യോ നമ്മുടെ അപ്പച്ച സാറ് കുഴങ്ങിട്ടോ. കുഴയാ കുഴങ്ങൂലാന്ന്, കുറച്ച് സ്റ്റെപ്പ് കയറാണ്ടേ. ഇതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ കുഴങ്ങി. ഇതാട്ടോ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. നല്ലൊരു ഇതാണ്. ഈ സെൻറ്ററിലൊക്കെ ഉണ്ടോ. ഈ ഒരു ഐലൻഡിൽ ഈ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ കേട്ടോ, ഹുമയൂനന്ദ് ക്ഷേത്രം. അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഗുവാഹത്തിയിൽ നമുക്ക് ഇങ്ങനെ ടൂറിസ്റ്റായിട്ട് കാണാവുന്ന വലിയൊരു ക്ഷേത്രം കൂടിയാണിത്. മനോഹരമായ ക്ഷേത്രമാണ്. ഒരു ഐലൻഡിൽ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അതേക്ക് വേണ്ടി ഇങ്ങനെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കി, ഇരുമ്പ് കൊണ്ട് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി, ഒരു ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പം വരുമ്പം ഇതും ഒന്ന് കാണാൻ മറക്കരുത്.